ഹലോ ഗായ്സ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഒന്ന് കോഴിക്കോട് വരെ കറങ്ങാൻ പോവാണ്. എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാൻ, പുണ്യ, പിന്നെ ശില്പേച്ചി, മാധവ്. ശില്പേച്ചിയുടെ മോനാണ് മാധവ്. അപ്പം ഞങ്ങൾ ലുലു മോളിൽ ഹൈലൈറ്റ് മോളിലായിരിക്കും പോവുക. ഏത് മോളാണെന്ന് മാധവിനൊന്ന് കറങ്ങണം എന്നാണ്. അപ്പം ഞങ്ങളൊന്ന് സപ്പോർട്ടായിട്ട് പോകുന്നതാണ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. ഓക്കെ. അപ്പം ഗായ്സ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് ട്രെയിനിലാണ്. ശില്പേച്ചി മാധവും വടകര റെയിൽവേ സ്റ്റേഷനിലെത്തും. 9:50 ഞങ്ങളോട് അവിടെ എത്താനാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് അവിടെ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. നിങ്ങളിങ്ങനെയാണോ ഗായ്സ്? എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവൾ ഐലൈനറാണ് ഞാനിട്ടത്. അപ്പം പകരം എന്തായാലും അവൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അവൾക്ക് എൻ്റെ ലിപ്സ്റ്റിക് കിട്ടി. പക്ഷെ അവൾ ഇന്ന് ലിപ്സ്റ്റിക് എടുക്കാൻ മറന്നു. അതായത് ഇടയ്ക്ക് അവിടെ നിന്നൊന്ന് പോയാലിട്ടുണ്ടാവും. അയ്യോ, അവളെ ഫുള്ള് കാണിക്കുമ്പോൾ എന്തോ പോലെയാന്ന് പോലും. നമുക്ക് കുറച്ച് ഹാഫ് കിട്ടുമോയെന്നറിയില്ല. അങ്ങനെയാ. അയ്യോ, ഒന്നും പറയാനില്ല. ഭയങ്കര കോമഡിയാണ്. അങ്ങനെ ഞങ്ങൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനാകെ മാറിയിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ പുണ്യ എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ശില്പേച്ചി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അങ്ങനെ ശില്പേച്ചി മാധവ് എത്തിയിട്ടുണ്ട്. ട്രെയിൻ വരുന്നുണ്ട് എന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ ഞങ്ങൾ വേഗം നടക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ മാധവിൻ്റെ കുരുത്തക്കടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ട്രെയിൻ ചതിച്ചു ഗൈസ്. ഇത് ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പോകുന്ന ട്രെയിനൊക്കെ എത്തി ഗൈസ്. ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ അടുത്ത് തിരക്കായിട്ട് ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടൊക്കെ എത്തി ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. മാധവിനെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ. ഇതറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നടക്ക് നടക്ക്. ഞങ്ങൾ നടന്നു പോകുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാകും ഓൾറെഡി. അയ്യോ, ഇത് നടക്ക് മാധവ. നെക്സ്റ്റ് വൈകില്ല. സോറി ഗൈസ്, മാറിപ്പോയി. ഹൈപ്പർ മാർക്കറ്റ് ലുലുവിന്റെ. മാധവ മാധവ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടത്. തീർത്തായി ടോയ്സ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. വലിയ രീതിയിൽ എക്സ്പെക്റ്റ് ഒക്കെ ചെയ്തിട്ട് വന്നതേനു. പക്ഷെ എനിക്കും ചേച്ചിക്കും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. വലിയ മാളായിട്ട് ഇവിടെ അധികം തിരക്കോ അത് കാണാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാന്ന് വെച്ച് മാക്സ് കയറി. കണ്ടില്ലേ എൻ്റെ ഒരു പട്ടിഷ്. അങ്ങനെ ലുലു മാളിലൊന്നുമില്ല ഗൈസ്. ഞങ്ങൾ വെറുതെ തിരിഞ്ഞ് നടക്കുകയാണ്. ഞങ്ങൾ അടുത്ത മാളിലേക്ക് പോവാണ്. പുതിയ സ്റ്റാൻഡിലെ ഏതെങ്കിലും മാളിൽ കറങ്ങാം. അങ്ങനെ ഞങ്ങൾ ഫോക്കസ് മാളിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ പുണ്യത ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും മാംഗോ ഐസ്ക്രീമാണ് പറഞ്ഞത്. ശില്പേച്ചിയും അതും മാംഗോ ഐസ്ക്രീം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഫ്ലേവർ വലിയ ഇഷ്ടമായില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ബസ്സിലാണ് കയറിയത്. ഭയങ്കര ക്ഷീണമായി പോയി. തീർത്ത് തന്നെ ചത്തു. ഈ വ്ളോഗേഴ്സിനൊക്കെ സമ്മതിക്കണം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഷവായി ഒക്കെ കഴിക്കുന്നതൊക്കെ ഉണ്ട്, ഫുഡൊക്കെ കഴിക്കുന്ന. പക്ഷേങ്കിൽ എന്താ പറയുക, ഫുൾ ടൈം ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഓരോന്ന് ആസ്വദിക്കുന്ന സമയത്ത് നമ്മളതിലിങ്ങനെ ലയിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ പിടിക്കണമെന്ന് പോലും ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ പാലോളിപ്പാലെത്തി. തീർത്ത നേരെ ഡയറക്റ്റ് മടപ്പള്ളി പോയി. ഞാനിന്ന് പുഷ്പാനിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്നൊരു തണുത്ത സിപ്പപ്പെല്ലാം കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഞാനും മാധവും ശില്പേച്ചിയുണ്ട്. അതാണ് എൻ്റെ പുഷ്പേൻ്റെ വീട്. ഞാൻ സൂമാക്കാൻ നോക്കിയിട്ട് സൂമായില്ല. എന്തായാലും കാണിച്ചു തരാം.
അങ്ങനെ ഞാനും മാധവ് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം നമ്മളെ കോലം കണ്ട ഗൈസ്, മാധവെല്ലാം കണ്ട ക്ഷീണിച്ചിട്ട്. ഞാനും മാധവ് ഇങ്ങനെ നടന്നു പോകണം. ചാതി ഇതിൻ്റെ വീട്, കുറേ മാങ്ങലുണ്ട്, ചെടികൾ. ഇങ്ങനെ ഇതാണ് ഗൈസ് പുഷ്പാനിൻ്റെ വീട്. അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കണം. ലാസ്റ്റ് നമുക്ക് മാധവിൻ്റെ ചിരിയോടെ അവസാനിപ്പിക്കാം. മാധവ് ചിരിക്കി.